ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാനിവിടെ ഇത് ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞങ്ങൾ പാലക്കാട് പോയിട്ട് മിനിഞ്ഞാന്നാണ് വന്നത്. അപ്പോൾ ഇന്നലെ ആദ്യക്കൂടെ അംഗൻവാടിക്ക് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അവൻ ഇന്നലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അവൻ കഴിച്ചില്ല രാവിലെ. അവന് ദോശ തന്നെ വേണം. ദോശയ്ക്ക് പകരം ചപ്പാത്തിയും ചമ്മന്തിയും ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിച്ചതേ ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ ദോശ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചെറുപ്പത്തിൽ അമ്മ ഞങ്ങൾക്ക് ദോശയൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ ഈ വാഴൻ്റെ ഇതിങ്ങനെ അമ്മ വെട്ടിയിട്ടാണ് എണ്ണ തേച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കി തരിക. എന്നൊക്കെ കല്ലിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവിടെ കല്ല് കിട്ടാനൊന്നും വഴിയില്ല. അപ്പോൾ എന്നെപ്പോലെ തന്നെ ദോശ ഉണ്ടാക്കുന്ന ദിവസം നേരത്തെ എഴുന്നേറ്റ് അമ്മ ദോശ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കും. ഉണ്ടാക്കുന്ന ആദ്യത്തെ ദോശയൊക്കെ ഞാൻ തന്നെ പല്ല് തേക്കാതെയാണ് ഞാൻ കഴിക്കാറുള്ളത് കേട്ടോ ചെറുപ്പത്തിൽ. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ ആദ്യക്കുട്ടന് എല്ലാ ദിവസവും ദോശ വേണമെന്നൊരു നിർബന്ധമാണ്. ദോശയ്ക്ക് അരിയൊക്കെ വെള്ളത്തിലിട്ടാൽ ഭയങ്കര സന്തോഷമാണ്. അമ്മ ദോശയ്ക്ക് അരി ഇട്ടിരിക്കുകയാണോ, തേങ്ങ കണ്ടു കഴിഞ്ഞാൽ അമ്മ ദോശയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കാനാണ് തേങ്ങ വാങ്ങിച്ചത്. അതിലൊരു വീഴ്ചയും കാണിക്കില്ല. ദോശ തന്നെ വേണം. അതിന് പകരം വേറെ എന്ത് ഉണ്ടാക്കിയാലും മൂപ്പര് കഴിക്കില്ല. അപ്പോൾ ഇതേ എഴുന്നേറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരു കാർട്ടൂൺ കാണാണ്. പൊന്നെ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കുന്നു, കഴിക്കുമോ പൊന്നുട്ടി? ഇന്ന് ചപ്പാത്തിയാണ്, കഴിക്കുമോ? ചപ്പാത്തി കഴിക്കുമോ? ഒന്ന് ചപ്പാത്തി തരട്ടെ? ദോശ തന്നെ വേണം. ദോശയ്ക്ക് മാവില്ല. തരും. ഉച്ചയ്ക്ക് ഞാനും ആദ്യക്കുട്ടനും ഇവിടെ ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം വന്നിട്ടാണ് ചോറൊക്കെ വെക്കുന്നത്. അനിയണ്ണനില്ലാത്തത് കൊണ്ട് അത്ര വലിയൊരു ചിലവൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് ഇപ്പോൾ രാത്രി നേരെ ചൊവ്വേ കിടന്ന് ഉറങ്ങിയിട്ടില്ല. ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കമേ വരുന്നുണ്ടായിരുന്നില്ല. തിരിഞ്ഞു മറിഞ്ഞു ഓരോരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചിട്ട് എനിക്ക് ഉറക്കമേ വരുന്നുണ്ടായിരുന്നില്ല. ഓരോരോ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അപ്പോൾ ഞായറാഴ്ച അമ്മ മരിച്ച എൻ്റെ ആണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അമ്മേനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നു. എനിക്ക് അമ്മ മരിച്ചിട്ട് 1 വർഷമൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിവിടെ അമ്മയുടെ നടത്തും നമുക്കാരും എന്നോടുള്ള വഴക്കിടലും ഒക്കെ ഞാനിങ്ങനെ ആലോചിച്ച് കിടന്നു. ഉറക്കം വന്നതേ ഇല്ല. അപ്പം പിന്നെ നല്ല വൈകിയാണ് ഞാൻ എഴുന്നേറ്റത്. മുറ്റമൊക്കെ അടിച്ച് ഇനി പാത്രം കഴുകണം, പിന്നെ കുളിച്ചിട്ടും പോകും വേണം. ഇതാണ് കേട്ടോ ഇന്നത്തെ രാവിലെയുള്ള എൻ്റെ പണിയെന്ന് പറയുന്നത്. അപ്പോൾ ശരി.